രാഹുൽ മാങ്കൂട്ടും കുറച്ച് കണക്കുകളായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കി വെക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത തുക 778 കോടി രൂപ. ആ 778 കോടി രൂപയും സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക 299. അപ്പോൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലെ ബാക്കി പണത്തെ പറ്റി ഈ 299 കോടി രൂപയിലെ ബാക്കിയെ പറ്റിയൊക്കെ നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? 778 കോടി രൂപ CNDRF കിട്ടിയെന്ന് രാഹുൽ തന്നെ സമ്മതിക്കുന്നു. അതിൽ 299 കോടി രൂപ ടൗൺഷിപ്പിന് ചെലവായി. ബാക്കി 479 കോടി രൂപ എവിടെ എന്നാണ് രാഹുൽ ചോദിച്ചത്. രാവിലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ പണം ചെലവാകുന്നത് വീട് വെക്കാൻ മാത്രമല്ല. 479 കോടി രൂപ എവിടെയെന്ന് ചോദിക്കുന്നതിന് മുമ്പ് താങ്കൾ ഈ കണക്കുകളും നോക്കണം. ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറിയ ഓരോ കുടുംബത്തിനും പ്രതിമാസം 6000 രൂപ വാടക ഇനത്തിൽ നൽകുന്നുണ്ട്. ബന്ധുവീടുകളിലേക്ക് മാറിയ കുടുംബങ്ങൾക്കും ഈ സഹായം ലഭിക്കുന്നുണ്ട്. ഓരോ കുടുംബത്തിൽ നിന്നും പ്രായപൂർത്തിയായ 2 പേർക്ക് ദിവസം 300 രൂപ വെച്ച് ഉപജീവന സഹായമായി നൽകുന്നുണ്ട്. അതായത് ഒരു മാസം 9000 രൂപ ഒരാൾക്കെന്ന നിലയിൽ 2 പേർക്ക് 18000 രൂപ. അതുപോലെ തന്നെ ആശുപത്രിയിൽ കഴിയുന്നവർക്കോ ഗുരുതരമായി പരിക്കേറ്റവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടി ഈ സഹായം ലഭിക്കും. അതായത് 25000 രൂപ ഒരു കുടുംബത്തിന് ലഭിക്കും. മരണപ്പെട്ടവരുടെ ആശുപത്രിക്ക് 6 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുന്നുണ്ട്. 60% മുകളിൽ വൈകല്യമുള്ളവർക്ക് 75000 രൂപയും 40% മുതൽ 60% വരെ വൈകല്യമുള്ളവർക്ക് 50000 രൂപയും നൽകും. ഇതുകൂടാതെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് പ്രത്യേക ചികിത്സാ ധനസഹായവും നൽകുന്നുണ്ട്. ദുരന്തത്തിനിരയായവരുടെ ബാങ്ക് ലോൺ തീർപ്പാക്കുന്നതിനായി 18.75 കോടി രൂപ CMDRF നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇതുവഴി 555 കുടുംബങ്ങളുടെ 1620 ബാങ്ക് ലോണുകളാണ് തീർപ്പാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് CMDRF ഫണ്ടിൽ നിന്ന് തന്നെയാണ്. ഇനി രാഹുൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 100 വീടുകളുടെ പ്ലാനെങ്കിലും കാണിച്ചു തരാൻ പറ്റും. ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത വീടുകളിൽ 178 എണ്ണത്തിന്റെ പണിയെങ്കിലും പൂർത്തിയായി അതിന്റെ താക്കോൽ കൈമാറി കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ പ്ലാൻ പോലും ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതിനുപോലും കഴിയാത്തവരാണ് ഗവൺമെന്റിനെ വന്നിരുന്ന് കുറ്റം പറയുന്നത്.